അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഡോക്ടർ അബ്ദുറഹീം റഹിമഹുല്ലയുടെ ടെക്സ്റ്റ് ബുക്കിലെ 20-ാമത്തെ പേജാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. തൊട്ട് മുമ്പത്തെ പേജിൽ നമ്മൾ പഠിച്ചത് ശംസിയായ അക്ഷരങ്ങൾ, ഖമരിയായ അക്ഷരങ്ങൾ, അറബിയിലെ 28 അക്ഷരങ്ങളെ രണ്ട് രീതിയിലൂടെ വിഭജിച്ചിരിക്കുന്നു. ഒന്ന് ശംസിയായ അക്ഷരങ്ങൾ, മറ്റൊന്ന് ഖമരിയായ അക്ഷരങ്ങൾ. 14 അക്ഷരങ്ങളാണ് ശംസിയായത്, 14 അക്ഷരങ്ങളാണ് ഖമരിയായ അക്ഷരങ്ങൾ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളാണ്, എഴുതുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിലൂടെ നമ്മൾ മനസ്സിരുത്തി ശരിക്കും നമ്മൾ ഗ്രഹിക്കേണ്ടത് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. അത് എത്രത്തോളം നമുക്ക് മനസ്സിലായി എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനമാണ് ഇവിടെ ഉസ്താദ് റഹിമഹുല്ല കൊടുത്തിരിക്കുന്നത്. തംരീൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എങ്ങനെയാണിത് വായിക്കുക? ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം ഒന്നും കൂടെ ആവർത്തിക്കുന്നു. തംരീനിലെ ചോദ്യങ്ങൾ അത് നമ്മൾ കൃത്യമായി എങ്ങനെയാണ് വായിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഹർക്കത്തിട്ട് ടെക്സ്റ്റിൽ വെക്കുക. ഇത് മറ്റൊരാൾക്ക് നിങ്ങൾ വായിച്ചു കൊടുക്കുമ്പോൾ അത് തെറ്റാതെ പറഞ്ഞു കൊടുക്കാൻ അത് സഹായകമാകും എന്നുള്ളത് കൊണ്ടാണ് ആ രൂപത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ശരി, ഒന്നാമത്തേത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഖ്റഇൽ കലിമാത്തിൽ ആത്തിയത്ത, അങ്ങനെയാണ് വായിക്കേണ്ടത്. ഇഖ്റഇൽ കലിമാത്തിൽ ആത്തിയത്ത. ഇവിടെ ആത്തിയത്ത എന്നാണ് പറയുക. താഴെയുള്ള കലിമത്തുകളെ വായിക്കുക. വക്തുബുഹ, അവയെ എഴുതുക. മുറായിയൻ, പരിഗണിച്ചുകൊണ്ട്. കീപ്പിംഗ് എന്നാണ്, വിത്ത് കീപ്പിംഗ്, പരിഗണിച്ചുകൊണ്ട്. ഖവാഇദ, നിയമങ്ങളെ. നുത്ഖിൽ ഹുറൂഫിൽ ഖമരിയ, ഖമരിയായ അക്ഷരങ്ങളുടെ ഉച്ചാരണം. നുത്ഖ് യാനി, നുത്ഖ് എന്നതിൻ്റെ അർത്ഥം ഉച്ചാരണം. ഉച്ചാരണ നിയമങ്ങളെ പരിഗണിച്ചുകൊണ്ട്. അതുപോലെ തന്നെ വശംസിയ, ശംസിയായ അക്ഷരങ്ങളുടെയും. അപ്പോൾ ശംസിയായ അക്ഷരങ്ങളും ഖമരിയായ അക്ഷരങ്ങളും ഉച്ചരിക്കുമ്പോൾ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനമാണത്. ശരി, ഞാനിതിന് നമ്പർ ഇട്ട് കൊടുത്തതാണ്. കാരണം 23ഓളം കെലിമത്തുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. നേരത്തെ തന്നെ ക്ലാസ്സിന് വേണ്ടിയിട്ട് അതിൻ്റെ നമ്പർ ഞാൻ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. 23 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കെലിമത്ത് നമുക്ക് പരിചയമുണ്ട്, അതിൻ്റെ അർത്ഥവും നമുക്കറിയാം. പക്ഷേ ശംസിയായ അക്ഷരങ്ങളെയും ഖമരിയായ അക്ഷരങ്ങളെയും പരിഗണിക്കുമ്പോൾ ഈ കെലിമത്ത് ശംസിയായ അക്ഷരമാണോ ഖമരിയായ അക്ഷരമാണോ എന്ന് ആദ്യം നമ്മൾ മൈൻഡിലേക്ക് കൊണ്ടുവരികയും എന്നിട്ട് ആ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് നമുക്ക് വായിക്കാനും നമുക്ക് കഴിയണം. അപ്പോൾ ഒന്നാമത്തെ വാക്കിൻ്റെ അർത്ഥം ഞാൻ പറയാം. രണ്ടാമത്തെ റൗണ്ടിൽ നമുക്കത് വായിക്കുകയും ചെയ്യാം. ഒന്നാമത്തെ വാക്കിൻ്റെ അർത്ഥം വീട് എന്നുള്ളതാണ്. വീട്. ബൈത്ത്, ബൈത്ത് എന്നുള്ളതാണ്. അതിലേക്ക് അലിഫ്ലാം വരുമ്പോഴുള്ള വായനാ രീതി നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് ഞാൻ വായിക്കുന്നില്ല, ആ വാക്ക് പരിചയപ്പെടുത്തുകയാണ്. അലിഫ്ലാമിനെ ഉപയോഗിക്കാതെയാണ് ഞാൻ വായിക്കുന്നത്. ദീക്ക് എന്നുള്ളതാണ് രണ്ടാമത്തേത്. ദീക്ക്, അതിന് അലിഫ്ലാമിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് വായിക്കേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തേത് മുദരിസ് എന്നുള്ളതാണ്. മുദരിസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ടീച്ചർ. നേരത്തെ നമ്മൾ പഠിച്ച വിഷയമാണ്. നാലാമത്തേത് ബാബ്. ബാബ് എന്ന് പറയുമ്പോൾ ഡോറ്, അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അഞ്ചാമത്തേത് വിദ്യാർത്ഥി, സ്റ്റുഡൻറ്റ് എന്നുള്ളതാണ്. ആറാമത്തേത് സുക്കർ, അല്ലേ, ഷുഗർ, പഞ്ചസാര എന്നതാണ്. ഏഴാമത്തേത് നോട്ട്ബുക്ക്, ദഫ്തർ. നോട്ട് ബുക്കിനാണ് ദഫ്തർ, രജിസ്റ്ററിനൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. എട്ടാമത്തേത് സഹോദരൻ, അഹ് എന്നുള്ളതാണ്. അതിലേക്ക് അലിഫ്ലാം ചേരുമ്പോൾ എങ്ങനെ വായിക്കണം അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒമ്പതാമത്തേത് റസൂൽ എന്നുള്ളതാണ്. റസൂൽ, അതിലേക്ക് അലിഫ്ലാമിന് വെക്കുമ്പോൾ. പത്താമത്തേത് വജ്ഹ്. 11ാമത്തേത് സ്വദീഖ്. 12ാമത്തേത് ഖുർആൻ. 11ാമത്തേതിൻ്റെ അർത്ഥം കൂട്ടുകാരൻ. 12ാമത്തേത് ഖുർആൻ. 13ാമത്തേത് സ്വലാത്ത്, അല്ലേ, സ്വലാത്ത് നിസ്കാരത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. 14ാമത്തേത് കഅബ,
അർത്ഥം പറയേണ്ട ആവശ്യമില്ല. 15-ാമത്തേത് റഅ്സ്, തല, അല്ലേ, ഹെഡ്. 16-ാമത്തേത് വിരൽ, ഇസ്ബഅ എന്ന് പറഞ്ഞാൽ വിരൽ. അതുപോലെ തന്നെ 17-ാമത്തേത് സ്വാബൂൻ, അലക്ക് സോപ്പിനാണ് സ്വാബൂൻ എന്ന് ഉപയോഗിക്കാറുള്ളത്. 18-ാമത്തേത് ലുഫർ എന്ന് പറഞ്ഞാൽ നഖം, അല്ലേ, നെയിൽ. 19-ാമത്തേത് ഫജ്ർ, പ്രഭാതം. 19-ാമത്തേത് ഫജ്ർ. 20-ാമത്തേത് ലുഹർ, ഉച്ചസമയം. 21-ാമത്തേത് അസർ, വൈകുന്നേരം. 22-ാമത്തേത് സന്ധ്യാസമയം, മഗ്രിബ്. അതുപോലെ തന്നെ 23-ാമത്തേത് ഇശാസമയം. പ്രിയമുള്ളവരെ, അർത്ഥം മനസ്സിലാക്കി നമ്മൾ. ഇനി ആ നിയമം വെച്ചുകൊണ്ടൊന്ന് വായിച്ചു നോക്കൂ. എങ്ങനെയാണ് 1-ാമത്തേത് വായിക്കാം? അത് ഏത് അക്ഷരമാണ്? ഇതാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത്. ശരി, നിങ്ങളുടെ മൈൻഡിലേക്ക് അതിൻ്റെ ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞു. ഞാൻ വായിക്കുന്നത് നിങ്ങൾ വായിക്കുന്നതും മനസ്സിലാക്കിയതും ഒന്ന് തന്നെയാണോ എന്നതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ശരി, 1-ാമത്തേത് എങ്ങനെയാണ് വായിക്കുക? 1-ാമത്തേത് അൽ ബൈത്തു. അപ്പോൾ ഇവിടെ ലാമിന് സുക്കൂന് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഏതാണ്? ബ എന്ന അക്ഷരം ഖമരിയായ അക്ഷരമാണ്. അപ്പോൾ 1-ാമത്തേത് ഖമരിയായ അക്ഷരമാണ്, അല്ലേ? ശരി, അത് നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഖമരിയായ അക്ഷരം. 2-ാമത്തെ അക്ഷരം ഏതാണ്? വാക്കേതാണ്? അദ്ദീഖു എന്നാണ്, അല്ലേ? അദ്ദീഖു. അതേതാണ് അക്ഷരം? ശംസിയായ അക്ഷരമാണ്. കാരണം അൽ ദീഖു എന്ന് വായിച്ചില്ല, അദ്ദീഖു എന്നതാണ് നമ്മളവിടെ വായിക്കേണ്ടത്. ശരി, 3-ാമത്തേത് അൽ മുദർരിസു, ഖമരിയായ അക്ഷരമാണ്. 4-ാമത്തേത് അൽ ബാബു, ഏതാണ് അക്ഷരം? ഖമരിയായ അക്ഷരമാണ്. വായനാരീതി അൽ ബാബു. 5-ാമത്തേത് അത്വാലിബു, ഏതാണ്? ശംസിയായ അക്ഷരമാണത്. അത്വാലിബു, അവിടെ എന്തില്ല? ലാമിന് വെളിവാക്കിയിട്ടില്ല. ശരി, 6-ാമത്തേത് അസ്സുക്കറു, പഞ്ചസാര, ദ ഷുഗർ, ശംസിയായ അക്ഷരമാണ്. ശരി, 7-ാമത്തേത് അദ്ദഫ്തറു, നോട്ട്ബുക്ക്, ദ നോട്ട്ബുക്ക്. 8-ാമത്തേത് അൽ അഹു, അലിഫ്, അല്ലേ? അലിഫ്, അത് ഖമരിയായ അക്ഷരമാണ്. അൽ വെളിവാക്കി വായിക്കണം, അൽ അഹു. 9-ാമത്തേത് അർ റസൂൽ, ശംസിയായ അക്ഷരം. അർ റസൂൽ വെളിവാക്കാൻ പാടില്ല. 10-ാമത്തേത് അൽ വജ്ഹു, ഖമരിയായ അക്ഷരമാണ്. ലാമിനെ വെളിവാക്കി. 11-ാമത്തേത് അസ്സദീഖു, എന്താണ്? ദ ഫ്രണ്ട്, കൂട്ടുകാരൻ, അത് ശംസിയായ അക്ഷരമാണ്. അൽ ഖുർആനു, 12, അൽ ഖുർആനു ഖമരിയായ അക്ഷരമാണ്. അസ്സലാത്തു, സ്വലാ, അതെന്താണ്? ശംസിയായ അക്ഷരമാണ്. അൽ കഅബത്തു, കാഫ്, അൽ കഅബത്തു ഖമരിയായ അക്ഷരമാണ്. 15-ാമത്തേത് അർ റഅ്സു, ഖമരിയായ അക്ഷരം. 16-ാമത്തേത് അൽ ഇസ്ബഉ, എന്താണ് അതിൻ്റെ അർത്ഥം? വിരൽ, അല്ലേ? ദ ഫിംഗർ. അസ്വാബൂനു, 17-ാമത്തേത് അസ്വാബൂനു, സ്വാദ് എന്ന അക്ഷരം ശംസിയായ അക്ഷരമാണ്. അതുപോലെ 18-ാമത്തേത് അൽളുഫർ, വാ എന്ന അക്ഷരം. അൽളുഫർ, അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? ദ നെയിൽ, നഖം, നഖത്തിനുപയോഗിക്കുന്നതാണ് ലുഫർ. 19-ാമത്തേത് അൽ ഫജർ, പ്രഭാതം. 20-ാമത്തേത് ലുഹർ എന്ന് പറഞ്ഞാൽ ഉച്ചസമയം. 21-ാമത്തെ ഇപ്പോൾ ലുഹർ ശംസിയായ അക്ഷരമാണ്. അൽ ഫജർ, 19-ാമത്തെ അൽ ഫജർ, ഫ എന്നുള്ളത് ഖമരിയായ അക്ഷരമാണ്. 18-ാമത്തേത് അൽ ലുഫർ എന്നുള്ളത് ഏതാണ്? ലാ എന്നുള്ള അക്ഷരം ഏതാണ്? ശംസിയായ അക്ഷരമാണ്. പറയാൻ വിട്ടുപോയതുകൊണ്ട് ഒന്നും കൂടെ ബേക്കിലേക്ക് പറഞ്ഞു എന്ന് മാത്രം. 21-ാമത്തേത് നോക്കൂ, അൽ അസർ, ഐൻ എന്ന അക്ഷരം ഖമരിയായ അക്ഷരമാണ്.
യെസ്, 22-ാമത്തേത് അൽ മഗ്രിബ്. മീം എന്ന അക്ഷരം അത് ഖമരിയായ അക്ഷരമാണ്. 23-ാമത്തേത് ഐൻ അൽ ഇശാ ഉ, അതെന്താണ്? ഖമരിയായ അക്ഷരമാണ്. അപ്പം ഇവിടെ ഖമരിയായ അക്ഷരങ്ങളെ വേർതിരിച്ച്, ശംസിയായ അക്ഷരങ്ങളെ വേർതിരിച്ച് അത് വായിക്കുവാൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നതാണ് ഈ തംറീനിലൂടെ നമ്മൾ ഉറപ്പാക്കേണ്ടത്. ഇൻഷാ അല്ലാ അടുത്തതൊരു പുതിയ ചാപ്റ്ററാണ്, 4-ാമത്തെ ചാപ്റ്ററാണ്. ഇൻഷാ അല്ലാ നമുക്ക് അതൊരു പുതിയ എപ്പിസോഡിലൂടെ നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.